ഹായ് ഗൈസ്, മഴ തോരും മുമ്പേ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രനെ ആംബുലൻസ് വിളിച്ച് എത്രയും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എത്തിക്കുന്നുണ്ട് അലീന. ബാലചന്ദ്രന്റെ ഡോക്ടറായ സുധീർ ഡോക്ടർ വന്ന് കാഷ്വാലിറ്റിയിൽ കിടത്തി ഡ്രിപ്പൊക്കെ കൊടുത്തപ്പോൾ പതുക്കെ കണ്ണു തുറന്നു സംസാരിക്കാൻ തുടങ്ങി ബാലചന്ദ്രൻ. കണ്ണു തുറന്നതും വീണ്ടും പേടിയും പതർച്ചയും തുടങ്ങി. ഇനി എന്താകുമെന്ന് ഒരു നിശ്ചയവുമില്ല. എന്താ ചെയ്യേണ്ടത് എന്ന് എനിക്ക് അറിയില്ല മോളെ എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അന്നേരം അലീന പറയുന്നത്, അച്ഛൻ വിഷമിക്കേണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റു, എനിക്ക് വിട്ടു തന്നേര്, അച്ഛൻ ടെൻഷൻ അടിക്കാതെ അവിടെ കിടന്നാൽ മാത്രം മതി എന്നൊക്കെ എന്നൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ധൈര്യം കൊടുക്കുന്നുണ്ട് ബാലചന്ദ്രന് അലീന. പിന്നീട് അലീന മനുവിനെ വിളിക്കുന്നുണ്ട്. മനുവിനോട് പറയുന്നത്, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ശിക്ഷിക്കപ്പെടണം, ഇതിൽ നിന്നും ഒരാൾ പോലും രക്ഷപ്പെടരുത് എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട്. അലീന വീട്ടിൽ വരുമ്പോഴും ബബിതയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. കാരണം രോഹിത്തും ബബിതയുമാണല്ലോ ആ വീട്ടിലെ എല്ലാ കള്ളത്തരങ്ങളും ചെയ്യുന്നത്. അതിനുശേഷം മനു വീട്ടിലെത്തുന്നു. മനുവിനെ കണ്ടതും കമല കലിതുള്ളാൻ തുടങ്ങി. അവളാണ് അവനെ കൂടി ചീത്തയാക്കിയത് എന്ന് പറയുന്ന കമലയോട് മനു ചാടിക്കയറി, നിങ്ങൾ ഒറ്റ ഒരുത്തിയാണ് അവനെ ഇങ്ങനെയൊക്കെ ആക്കിയത്, പ്രസവിച്ചതു മുതൽ അവന് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ ആക്കിയത് നിങ്ങൾ മാത്രമാണ്, ഇത് ഇനി നമ്മുടെ കയ്യിലൊന്നും നിൽക്കാൻ പോകുന്നില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് എന്തോ പന്തികേട് ഉണ്ട് എന്ന് കമലയ്ക്ക് മനസ്സിലാവുന്നത്. കമല കണ്ണും തള്ളി നിൽക്കുന്നുണ്ട്. പിന്നീട് മനുവിന്റെ അച്ഛൻ ശിവനെ കാണിക്കുന്നുണ്ട്. അദ്ദേഹം ഇനി ഗൾഫിൽ നിന്നും വരുമോ എന്നറിയില്ല. അതുപോലുള്ള കാര്യങ്ങളല്ലേ മോൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് പ്രമോ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.